പ്രോൺസ് കാണാം, കരിമീൻ വേണം, കേര വേണം, ക്രാബ് കാണാം, എല്ലാം അടങ്ങുന്ന ഒരു കിടിലം പ്ലാറ്ററാണ്. ഈ പ്ലാറ്ററിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? വഞ്ചിക്കൂട്ടെന്നാട്ടോ. അതുപോലെ തന്നെ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന പ്ലാറ്റർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചതാ. പക്ഷെ 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടാ. ആലപ്പി ഫിഷ് കറി, കരിമീൻ, ഒരു 1.5 കരിമീനായിരുന്നു കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഞണ്ട്. എടാ മോനെ, സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി കഴിക്കുന്ന വീലില്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ വന്നൊരു പിടി പിടിച്ചാൽ മാത്രമേ അത് സെറ്റ് ആവുള്ളൂ. നിങ്ങൾ പല ബിരിയാണികൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ സാധനം ഇത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ബിക്കോസ് ഈ സാധനം കർണാടകയിൽ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. ബട്കൽ ബിരിയാണി. പിന്നെ ടേസ്റ്റ് അത് നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എങ്ങനെയുണ്ടെന്ന്. ഇവിടുത്തെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഏതെന്നറിയോ? ചിക്കൻ ദം ബിരിയാണി. ഓ അടിപൊളിയാട്ടോ, ഭയങ്കര ഡിമാൻഡാണ്. എന്തോരം ആൾക്കാരാ ചോദിക്കണേന്നറിയോ? ചിക്കൻ ദം ബിരിയാണി ഇല്ലേ, ചിക്കൻ ദം ബിരിയാണി ഇല്ലേന്ന്. ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. റെസ്റ്റോറന്റിന്റെ പേരറിയണ്ടേ? കവാലി എന്നാണ് പേര്. അതുപോലെ തന്നെ കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള കുറെ സ്ഥലവും കാര്യങ്ങളൊക്കെ